السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد فاتقوا الله عباد الله. وعن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم صلوا كما رأيتموني أصلي. റവാഹുൽ ബുഖാരി. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ജീവിതത്തിലുടനീളം തഖ്വയോടെ ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. നമ്മുടെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ നമ്മൾ എന്തിനാണ് ഇന്നിപ്പോ സുബഹി നിസ്കരിച്ചത്? അല്ലാഹു പറഞ്ഞിട്ടാണ്. ആ ബോധം നമുക്ക് ഉണ്ടാവണം. അതല്ലാതെ വെറുതെ എഴുന്നേറ്റ് വന്നതല്ല. അള്ളാഹിന്റെ കൽപ്പന അനുസരിക്കലാണ് ഇബാദത്ത്. അതോടൊപ്പം തന്നെ ആ നമസ്കാരത്തിൽ അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ എങ്ങനെ വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്റെ ചര്യകൾ സ്വീകരിക്കുമ്പോഴാണ് നമസ്കാരം പൂർണ്ണമാകുക. നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്തുകളും ഖുർആനിൽ പരിപൂർണമായിട്ട് കാണാൻ കഴിയില്ല. അത് പ്രവാചകന്റെ ഹദീസിൽ നിന്നാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല. നിങ്ങൾ അല്ലാഹനെ അനുസരിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കണം. പ്രവാചകൻ പറഞ്ഞു സ്വല്ലു, നിങ്ങൾ നമസ്കരിക്കുക. കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നമസ്കരിച്ചത് അത് നിങ്ങൾ കണ്ടത്, അഥവാ സ്വഹാബത്ത് കണ്ടത്, ഹദീസിലൂടെ പഠിച്ചത്, അതുപോലെയാകണം നിസ്കരിക്കേണ്ടത്. ഉദാഹരണം പറയാം. റുകൂഅ് ചെയ്യുമ്പോൾ കൈ കൊണ്ട് കാൽമുട്ടിൽ പിടിക്കൽ സുന്നത്താണ്. ശ്രദ്ധിക്കണം. ഇന്ന് നിസ്കരിക്കുന്ന ആളുകൾ ഇങ്ങനെ വെക്കുന്നത് ശരിയല്ല. സുജൂദിലാണ് അങ്ങനെ വെക്കേണ്ടത്. റുകൂഇൽ ഇങ്ങനെ കാൽമുട്ടിൽ പിടിക്കണം. പിടിക്കൽ സുന്നത്താണ്. ഇങ്ങനെ വെക്കൽ ഹദീസിലില്ല. ഇങ്ങനെ പിടിച്ചുകൊണ്ട് സുജൂദിന്റെ സ്ഥാനത്തേക്ക് തല നീട്ടിയാൽ മതി. ഇങ്ങനെ പിടിക്കണം. സുജൂദിൽ പിടിക്കൽ സുന്നത്താണ് കാൽമുട്ടിൽ. അത്തഹിയ്യാത്തിലോ തൊടയിന്മേ കൈവെക്കൽ സുന്നത്താണ്. നിസ്കാരത്തിന്റെ കോലം പറയണത് റുകൂഅ് ചെയ്യുമ്പോ ഇങ്ങനെ കാൽമുട്ടിൽ പിടിക്കണം. അത്തഹിയ്യാത്തിലോ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ പിടിക്കാൻ പാടില്ല. അശ്രദ്ധയോടുകൂടി പോലും ഇങ്ങനെ പിടിക്കാൻ പാടില്ല. ഹദീസിലില്ല. കാരണം എന്താ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചു. അങ്ങനെ തന്നെ ചെയ്യണം. നമ്മൾ ഇഷ്ടപ്രകാരം ചെയ്യരുത്. ഉദാഹരണം പറയാം. ഇപ്പൊ നിസ്കാരത്തിൽ നിർബന്ധമായ നമസ്കാരങ്ങൾ കൈകൾ ഉയർത്തുന്ന സുന്നത്താണ്. എവിടെ വരെ ഉയർത്തണം? വയറ് വരെയാ? തലക്ക് മേഖലില്ല? ഇല്ല. കൃത്യതയാണത്. എവിടെ? ദൈന അല്ലെ? ഇതാണ് അതിന്റെ കൃത്യത. അല്ല നമുക്ക് തോന്നുന്ന പോലെ പറ്റില്ല. സുബഹി നിസ്കാരത്തിൽ 5 തവണ കൈകൾ ഉയർത്തണം. സുബഹി നിസ്കാരത്തിൽ 2 റക്അത്തുള്ള നിസ്കാരങ്ങളിൽ 5 തവണ കൈകൾ ഉയർത്തണം. നിസ്കാരം ആരംഭിക്കുമ്പോ 2, റുകൂഇലേക്ക് പോകുമ്പോ 3, സമിഅല്ലാഹു ലിമൻ ഹമിദ 3 ആയി. രണ്ടാമത്തെ റക്അത്തിലേക്ക് പോയി. ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞു, 2 സുജൂദും കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് വരുമ്പോ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ റക്അത്തിലേക്ക് വരുമ്പോ തക്ബീറേ പാടുള്ളൂ. എന്ന് പാടില്ല? കൈകൾ ഉയർത്താൻ പാടില്ല. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. റസൂൽ പഠിപ്പിക്കാത്തൊരു കാര്യം കയറി വന്നു. ശ്രദ്ധിക്കണം. ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് വരുമ്പോ അല്ലാഹു അക്ബർ മാത്രമേ പാടുള്ളൂ. കൈകൾ ഉയർത്തേണ്ട ആവശ്യമില്ല. അതെന്താ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിയിട്ടില്ല. ഇനിയോ രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞ് മഗ്രിബ്, ഇശാ, അസർ, ളുഹർ രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ റക്അത്തിലേക്ക് വരുമ്പോൾ എന്ത് വേണം? കൈകൾ ഉയർത്തിയും വേണം, തക്ബീർ ചൊല്ലണം.
അപ്പൊ രണ്ടാമത്തെ 2 റക്അത്ത് നിസ്കാരങ്ങളിൽ 5 തവണയും മഗ്രിബ് നമസ്കാരത്തിൽ 8 തവണയും അസർ, ളുഹർ, ഇശാ നിസ്കാരത്തിൽ 10 തവണയും കൈകൾ ഉയർത്തണം. ശരിയല്ലേ? അവിടൊക്കെ കൃത്യതയാണ് നിസ്കാരം. എന്ത് രസമാണത്! അതൊക്കെ തോളിന്റെ നേരെയാണ്, വയറിന്റെ അവിടം വരെ ഇല്ല, നെഞ്ചു വരെ ഇല്ല, ചെവിയുടെ നേരെ ഇല്ല, തലക്ക് മുകളിലും ഇല്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിട്ടയായി പഠിപ്പിച്ചു. ഇങ്ങനെ ചിട്ടയായി അങ്ങനെ തന്നെ വരണം. ഇന്നലെ ഒരാൾ നിസ്കരിക്കുമ്പോ കൈ കെട്ടുന്നത് ഇങ്ങനെ, അതെവിടുന്ന് കിട്ടിയതാ? പിന്നെ അദ്ദേഹത്തെ കണ്ടില്ല പറയാനായിട്ട്, ഇങ്ങനെ കൈ കെട്ടിയിരിക്കും. ഇങ്ങനെയല്ല പിടിക്കേണ്ടത്, ഇങ്ങനെ പിടിക്കാനല്ല ഹദീസിലുള്ളത്. ഇങ്ങനെ വെക്കാൻ ഹദീസിലുണ്ടാ? ഇങ്ങനെ വെക്കാൻ ഹദീസിലുണ്ടാ? ഇങ്ങനെ വെക്കാൻ ഹദീസിലുണ്ടാ? എവിടെയുള്ളത്? ഇല്ല. എങ്ങനെ ഇല്ലാത്ത ചെയ്യണത്? പ്രവാചകൻ പറഞ്ഞത് ചെയ്താൽ പോരെ? അതിനല്ല പ്രവാചകന്റെ ചര്യ പിൻപറ്റുന്നത്. നമുക്ക് തോന്നിയ പോലെ ചെയ്യാനാണെങ്കിൽ ഖുർആൻ സുന്നത്ത് അനുസരിക്കണ്ട, ഇഷ്ടത്തോടെ ജീവിച്ചാൽ മതി. നിസ്കാരം അതിന്റെ ചിട്ടയിൽ ചെയ്യണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നമസ്കരിച്ചത്, ഞാൻ എങ്ങനെയാണോ തക്ബീർ ചൊല്ലിയത്, ഞാൻ എങ്ങനെയാണോ കൈ കെട്ടിയത്, ഞാൻ എങ്ങനെയാണോ റുകൂഅ് ചെയ്തത്, ഞാൻ എങ്ങനെയാണോ ഇഅ്തിദാൽ ചെയ്തത്, ഞാൻ എങ്ങനെയാണോ സുജൂദ് ചെയ്തത്, ഞാൻ എങ്ങനെയാണോ തഹ്യ, അതുപോലെ നിങ്ങൾ ചെയ്യണം. ആ നമസ്കാരം മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട പ്രവാചക ഹദീസിൽ വന്ന ചില വിഷയങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ വിശ്വാസികളായ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, മാരകമായ രോഗങ്ങളെ തൊട്ട്, വാഹന അപകടങ്ങളെ തൊട്ട് അള്ളാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബി റഹ്മഹുമാ കമാ റബ്ബൗനാ സിഗാറാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.